ഹായ് ഫ്രണ്ട്സ്, ഇത് ബോഷിൻ്റെ മീറ്റർ അളക്കുന്ന ഒരു ഉപകരണമാണ്. മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏരിയ ഒക്കെ ഇളക്കുന്ന ഒരു ഉപകരണം. ഇതിനെക്കുറിച്ച് ഇത് ബാറ്ററി പൊട്ടി ഒലിച്ചു പോയ സാധനമാണ്. ഇത് പ്രൊഫഷണൽ GLM എന്നാണ് ഇതിൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. പ്രൊഫഷണൽ GLM 40. ആ ഫോൺ അങ്ങോട്ട് അല്ല പിന്നെ എടുക്കാം, മതി. പ്രൊഫഷണൽ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി പൊട്ടി ഒലിച്ച് ഇതിൻ്റെ അകത്തെല്ലാം ഡാമേജ് ആയതായിരുന്നു. അപ്പോൾ നമ്മൾ ആ കംപ്ലൈൻ്റ് എല്ലാം തീർത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകമെല്ലാം ഡാമേജ് ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇടുമ്പോഴേ എപ്പോഴും ഇത് കൂട്ടി സാധാരണ ബാറ്ററി ഇടാതെ ഇത് നല്ല ആൽക്കലൈൻ ബാറ്ററി ഇടുവാണെങ്കിൽ ഇതിന് കംപ്ലൈൻറ്റ് വരത്തില്ല. അപ്പോൾ ഞാനിത് വർക്ക് തീർന്നതാണ്. ഇതിന് ഞാൻ 2 ആൽക്കലൈൻ ബാറ്ററി ഇടുവാണ്. ചെറിയ 2 ആൽക്കലൈൻ ബാറ്ററി. ഇതുണ്ട്, പാനാസോണിക്കിൻ്റെ ആൽക്കലൈൻ ബാറ്ററി ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരിക്കലും ലീക്ക് ആവത്തില്ല, ലീക്ക് പ്രൂഫാണ്. ഇതിന് 45 രൂപ മാത്രമേ ഉള്ളൂ. 10 വർഷത്തേന് ഈ സാധനം ലീക്ക് പ്രൂഫാണ്. 10 വർഷത്തേന് ബാറ്ററി പൊട്ടി ഒലിക്കുകയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അത്രയും നല്ല സാധനം കിട്ടും. മറ്റേ ബാറ്ററിയും 10-20 രൂപയൊക്കെ കൊടുക്കണം. ഒരു പൈസ നോക്കാതെ ഇത് ബാറ്ററി ഇടുവാണെങ്കിൽ നമ്മുടെ ഈ സാധനത്തിന് ഒരിക്കലും ഡാമേജ് വരത്തില്ല. കാരണം ഇതിപ്പോൾ വർക്ക് ചെയ്യാതെ വന്നാലും വില കുറഞ്ഞ ബാറ്ററി എല്ലാം ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ലീക്ക് പ്രൂഫ് അല്ല, പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കും. ഈ ഫോൺ നമ്മൾ മനഃപൂർവ്വം എടുക്കാത്തതല്ല കേട്ടോ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോട് സംസാരിക്കുന്ന സമയം അന്നേരം മാത്രമേ നമ്മൾ എടുക്കാതെ വരത്തുള്ളൂ. മനഃപൂർവ്വം ഫോൺ എടുക്കാതെ ഒന്നും വരുന്നൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കിട്ടിയില്ലെങ്കിൽ അത് ഇച്ചിരി കഴിഞ്ഞ് വിളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫ്രീ ആകുന്ന ഒരു സമയം ഉണ്ടാവില്ല, എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന സമയത്ത് നമ്മളുണ്ടാവും. ആ സമയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ബാറ്ററി നമ്മളിട്ടു. ബാറ്ററി നമുക്കിട്ടിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ബാറ്ററി ഇടുമ്പോൾ പൊളാറ്റി ഉണ്ട്, ആ പൊളാറ്റി നോക്കിയിടണം. പൊളാറ്റി നോക്കിയിട്ടു. ഇനി ഇതാണ് അതിൻ്റെ ഉപകരണം. ഇതാണെന്ന് കാണിച്ചാൽ ഇതിൻ്റെ അകമൊക്കെ നല്ലപോലെ ഒന്ന് കാണിച്ചാൽ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട്. ഇതുവഴിയാണ് ഇത് അളക്കുന്നത്. അപ്പോൾ ലേസർ വെച്ചാണ് ഇത് അളക്കുന്നത്. അപ്പോൾ ഇതാണ്ട് സംഭവം നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇതാണ്ട് ഓണായിട്ടുണ്ട്. ഇത് കണ്ടോ, ലേസർ ഇവിടെ കാണാം. ഇത് കണ്ടോ, ഇവിടെ നോക്കി, നമ്മുടെ ക്ലോക്ക് ലേസർ അടിക്കുന്നുണ്ടോ? ലേസർ വെച്ചാണ് ഇത് അളക്കുന്നത്. കാണാമോ ലേസർ? കണ്ടോ, ഇത് കണ്ടോ ഈ ലേസർ? അത് തന്നെ ലേസർ. അപ്പോൾ ശരിയായിട്ടുണ്ട്. ഇതാണ്ട് ബാറ്ററി കാണിക്കുന്നുണ്ട്, അളക്ക കാണിക്കുന്നുണ്ട്. 5 അളക്കുന്നുണ്ട്.